ഒരാൾക്ക് പ്രയാസകരമായ സന്ദർഭങ്ങളിൽ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും. ഒരാളുടെ മനസ്സിൽ അല്ലാഹു നിക്ഷേപിക്കുന്ന പ്രത്യേകമായ തിരിച്ചറിവുകൾ, സ്വപ്നങ്ങളിലൂടെയുള്ള സൂചനകൾ, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇസ്മു കൊണ്ട് നമുക്ക് കിട്ടാവുന്ന നേട്ടം എത്രയാണ് എന്നുള്ള അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത്. പിന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ ഇത് പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സിനോട്ടാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ വിഷയം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ആന്തരികമായ അറിവും ആത്മീയമായ അനുഭവങ്ങളും സത്യമായ തിരിച്ചറിവും ദൃഢജ്ഞാനം എങ്ങനെ നേടാം, അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വല്ല കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ലഭിക്കേണ്ടതും അതിൻ്റെ ഗുണമേന്മ അതൊക്കെ എങ്ങനെയെന്ന് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരട്ടോ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭൗതിക അറിവിനോടൊപ്പം ആത്മീയ അറിവും നേടതിൻ്റെ പ്രാധാന്യം. ഖുർആനിലെയും ഹദീസുകളിലെയും പരാമർശങ്ങൾ ഒരു വാക്യത്തിൽ ചേർക്കാം. യാ അല്ലാഹു ജല്ല ജലാലുഹു എന്ന ഈ ഇസ്മിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെല്ലേണ്ടതും ഏതൊക്കെ സമയങ്ങളിലാണ് ചെല്ലേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൂടെ പറഞ്ഞു. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒഴിവ് സമയത്തൊക്കെ ഇങ്ങനത്തെ ഓരോ ഗ്രന്ഥമൊക്കെ വായിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. വെറുതെ ഓരോ ഇസ്മും ദിക്റും ഇങ്ങനെ ചൊല്ലിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൂടി അതിൻ്റെ ഗുണങ്ങളും ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കൂടി മനസ്സിലാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ബുക്ക് എടുത്തിങ്ങനെ വായിക്കുന്നത് കേട്ടോ. അത് അല്ലാഹു തആലക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ ഇതിനോടുള്ള ഗുണങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ചെറിയ ഇസ്മിന് എത്ര വലിച്ച് നീട്ടി കൊണ്ടുപോകാനുള്ളതെന്ന്. പക്ഷേ ഇതിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്, അതിൽ കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ തന്നെ വിചാരിച്ചു. യാ അല്ലാഹു ജല്ല ജലാലുഹു, അർത്ഥവും മഹത്വവും. യാ അല്ലാഹു ജല്ല ജലാലുഹു, അതിൻ്റെ അർത്ഥവിശദീകരണം പറഞ്ഞുതരാം. അല്ലാഹുവേ, അവൻ്റെ മഹത്വം വലുതാകട്ടെ, അല്ലെങ്കിൽ മഹത്വം നിറഞ്ഞ അല്ലാഹുവേ. ഈ ഇസ്മു ചെല്ലുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ മഹത്വം. ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം, ഏറ്റവും വലിയ നാമം ആണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയ വിവരം. ഇത് അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ സഹായിക്കുന്നു. ഈ ഇസ്മ് പതിവായി ചെല്ലൽ ഈ ഇസ്മിൻ്റെ പതിവായി ചെല്ലൽ നമ്മുടെ മനസ്സിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുകയും ആത്മീയ പ്രകാശത്തിനായി തുറക്കുകയും ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തേതാണ് ദിക്ർ ചെല്ലേണ്ട രീതിയും എണ്ണവും. ഇത് എങ്ങനെയെന്ന് പറഞ്ഞുക. അതിൽ ഒന്നാമത്തത് ദിവസവും 1000 തവണ. ഏറ്റവും നല്ല സമയം അതിൽ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. സുബഹി നിസ്കാര ശേഷമോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ തെരഞ്ഞെടുത്ത് ശ്രദ്ധയോടെ ചെല്ലുക. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യമാണ്. ഓരോ നിസ്കാരത്തിന് ശേഷവും 100 തവണ, 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 100 തവണ വീതം ചെല്ലുന്നത് ദിനം പ്രതി അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെല്ലുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാർ ചെയ്യുക, അഥവാ നമ്മൾ ഈ പാപമോചനം എന്നൊക്കെ പറയില്ലേ, മലയാളത്തിൽ എല്ലാവർക്കും അറിയുണ്ടാകും. അത് തേടുക. എന്നിട്ട് ദിക്ർ ചെല്ലുമ്പോൾ അർത്ഥത്തെക്കുറിച്ചും ചിന്തിക്കുക.
തദബ്ബുർ. അടുത്ത കാര്യം നാലാമത്തത് ദൃഢജ്ഞാനവും ആന്തരിക ജ്ഞാനവും അതിൻ്റെ പ്രായോഗിക ഫലങ്ങൾ. അത് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. ഈ ഇസ്മ ചെല്ലുന്നതിലൂടെ ലഭിക്കുന്ന 2 ഫലങ്ങൾ ഇതിൽ ഞാൻ വിശദീകരിച്ച് തരാം. അത് എങ്ങനെയെന്ന്. അതിൽ ഒന്നാമത്തേതാണ് ദൃഢജ്ഞാനം, ഫേം നോളേജ്. കാര്യങ്ങളെ സത്യസന്ധമായി തിരിച്ചറിയാനുള്ള കഴിവ്, സംശയങ്ങൾ നീങ്ങിപ്പോകുക, മതപരമായ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കുക. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തത് ആന്തരിക ജ്ഞാനം, ഇൻറ്റേർണൽ നോളേജ്. ഒരാളുടെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന പ്രത്യേകമായ തിരിച്ചറിവുകൾ, സ്വപ്നങ്ങളിലൂടെയുള്ള സൂചനകൾ, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച, ഫുർഖാൻ. ഇതൊക്കെയാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഈ ദിക്ർ പതിവാക്കുന്ന ഒരാൾക്ക് പ്രയാസകരമായ സന്ദർഭങ്ങളിൽ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതലിങ്ങനെ വോയിസ് കൊടുത്തു പോകുമ്പോൾ ഇങ്ങനെ നാക്കിന് ഉൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ അക്ഷരത്തിൽ ഇങ്ങനെ ഇത് വരുന്നുണ്ട്, ക്ഷമിക്കുക. ഇങ്ങനെ വോയിസ് ഇങ്ങനെ കൊടുത്തു പോകുമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത്, എല്ലാ ദിവസവും ഈ ദിക്ർ പതിവായി ചെല്ലുക. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ദിക്ർ പതിവാക്കുന്നവർക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും നന്മ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.